സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമുട്ടുകൾ ആരാമ പന്തലിൽ മാഞ്ഞു പോയെന്നോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല, അതായത് ഇന്നത്തെ ബലൂൺ ടാസ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഓട്ടവും ചാട്ടവും അതുപോലെ അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയന്നുപോയി മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒന്ന് ബോധം കെട്ട് വീണിരുന്നെങ്കിൽ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ദിവസമായിരിക്കും. പക്ഷേങ്കിൽ കാരണം വെച്ചാൽ അനുമോളെ പുറത്താക്കിയിട്ടേ ബിഗ് ബോസ് അടങ്ങുള്ളൂ. നെവിന് കൊടുത്ത ആ ഇതൊന്നും അനുമോൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അനുമോളൊക്കെ അങ്ങനെയൊന്നും കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഭയന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം നിൽക്കാത്തത് ഭാഗ്യോ. അത്രത്തോളം ഞാൻ ഭയന്നു പോയി. കാരണം ഒരു കവർ പാല് തെറിച്ചപ്പോൾ അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ്. അതുമാത്രമല്ല സാബുമോൻ പോയിട്ട് പിടിച്ചപ്പോൾ സാബുമോൻ ഔട്ടായി എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അനുമോൾ ഇന്ന് ഔട്ടാകേണ്ടതായിരുന്നു. ഭയന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ശരിക്കും ഭാര്യ ഇന്ന് ഇല്ലാത്തത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പനി പറിച്ചു പോയി അവിടുന്ന്. അതായത് ആ ഒരു സംഭവം കണ്ടിട്ട്. കാരണം നിങ്ങൾ ആരും എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ്. ഷാനവാസിന് എന്തെങ്കിലും ഒന്ന് അയാൾ ഒന്ന് ബോധം കെട്ട് വേണ്ടിട്ട് തീർന്നില്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഭയന്നുപോയി. ബിഗ് ബോസ് എങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇനി ഷാനവാസിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തണം. ഇതുപോലെ ഓടാനും ചാടാനും ഒന്നും നിൽക്കരുത്. ഇപ്പൊ ഷാനവാസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവർ പാല് കൊണ്ട് അറ്റാക്ക് വരുന്നൊരു മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് അറ്റാക്കുകൾ നടക്കും ചിലപ്പോഴേ. എന്താണെന്ന് വെച്ചാൽ ഒരു കവർ പാലെടുത്തിട്ട് ഒരാളുടെ ദേഹത്തെ കൊഴിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ അയാൾ ഈ ഭൂമിയിൽ നിന്നും പോകും. ഇല്ലെങ്കിൽ അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോകും എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ നല്ല ചിലവുണ്ടാകും. പിന്നെ പാലിനാണെങ്കിൽ വില വർദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ പാൽ ഒഴിച്ചിട്ട് ഇപ്പൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ എന്നല്ലേ. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ പാൽ ഒഴിച്ചിട്ടാണ് പിന്നീട് എല്ലാവരെയും വകവരുത്തുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും സുഖമാണ്. കാരണം വെച്ചാൽ ഒരു കുപ്പിയിൽ നമ്മൾ കുറച്ച് പാല് കൊണ്ടുപോയാൽ മതി. ഒരു കുപ്പിയിൽ പാല് കൊണ്ടുപോയിട്ട് അതിന് ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് അതിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അപ്പോഴിങ്ങനെ ഇതായിട്ട് വീഴുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഒരാൾക്ക് പോലും ഇത് കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ മെഡിക്കൽ പിന്നെ സംഘങ്ങൾ മുഴുവൻ വരും ഷാനവാസിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറയാനുള്ളത്. അതുമാത്രമല്ല 2 ദിവസം അയാൾ ആശുപത്രി കിടന്നാണ്. ഒരു അറ്റാക്ക് വന്നൊരു വ്യക്തി 2 ദിവസം ആശുപത്രി കിടന്നാണ്. മനസ്സിലാക്കണം. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ കിടന്നത് എത്ര ദിവസം അറിയോ? അതായത് 15 ദിവസം അവൻ കിടന്നത്. അപ്പോൾ ഈ ആശുപത്രിക്കാർക്ക് വരെ ഒരു അതിശയമാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ രോഗികളെയും നമുക്ക് ബിഗ് ബോസിലേക്ക് കടത്തിവിടണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗശമനം കിട്ടുന്ന പറയുന്നത്. അപ്പോൾ നമ്മുടെ അനുമോള് ഇന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എൻ്റെ ഭഗവാനെ, അനുമോളെ നീ ഇനിയും തന്നെ ഇങ്ങനെ ചെയ്യല്ലേ എൻ്റെ പൊന്നു മോളെയായിരുന്നു. നീ കപ്പ് മേടിക്കേണ്ടതാണെന്ന് അത് നീ ആലോചിക്കണമായിരുന്നു. അയ്യോ ഭയന്നു പോയായിരുന്നു. ഇനി അടുത്തത് എപ്പിസോഡിലേക്ക് വരാം. എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴ് എനിക്ക് എന്താ പറയേണ്ടത്, ഷാനവാസിൻ്റെ കാര്യം തന്നെ ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയിൽ വരേണ്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് കുറേ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയേട്ടനായി നിന്ന് ആദില നൂറമാർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട് അവർക്ക് കപ്പടിക്കാനുള്ള എല്ലാ സൗകര്യം ഇതുവരെ ഉണ്ടാക്കി കൊടുത്ത എൻ്റെ പൊന്നുമക്കൾ ഞാൻ വിടത്തില്ല എന്ന ഇവറ്റകൾക്ക് ആ സ്നേഹം തിരിച്ചുണ്ടോ? അതൊട്ടില്ലാതാനും. അതായത് ഇവറ്റകൾ ഈടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുമായിട്ട് ഒരു കമ്പനി ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷാനവാസ് വിചാരിക്കുന്നത് എനിക്ക് കപ്പ് കിട്ടില്ലെങ്കിലും ആദില നൂറമായിട്ട് സ്നേഹം ഉണ്ടല്ലോ, അത് മതി എനിക്ക് എന്നുള്ള ഇതിലാണ് അയാൾക്ക്. പക്ഷെ ഇത് കിട്ടുമോ? ഇന്നിപ്പോൾ അയാളെ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞ് എനിക്ക് സങ്കടം തോന്നിപ്പോയി. കാരണം ഇവരുടെ കൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അയാൾ വേറെ ലെവലിലായി പോയേനെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ അന്ന് ഇതുപോലെ ഈ ആദില നൂറമാരെ കരയിച്ച് വിട്ടിട്ട് പിറ്റേ ദിവസം മുതൽ അവരുടെ കാലും പിടിച്ച് അവരുടെ കൂടെ പോയിട്ട് പിന്നീട് അവിടുന്ന് നെഗറ്റീവായി ഇപ്പോഴും ആ നെഗറ്റീവ് തന്നെ അയാൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ പെങ്ങന്മാരുടെ കൂടി ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? കാരണം പെങ്ങന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ളപ്പോൾ എടുക്കും, ആവശ്യമില്ലാത്തപ്പോൾ അവർ കറിവേപ്പില പോലെ കളയും. ഇപ്പം അനുമോളെ കളയാൻ വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഇനി അനുമോൾ എങ്ങ് കളഞ്ഞേ മക്കളെ. കാരണം അനുമോൾ ഇനി വേണ്ട. അനുമോളതെല്ലാം
എല്ലാം ഊറ്റി കുടിച്ചതിന് ശേഷം അനുമോളെ വലിച്ചെറിയുകയാണ് ചെയ്തത്. അനുമോളെ ഫെയിം ഉപയോഗിച്ച് വോട്ട് പിടിച്ചു. അനുമോളുടെ ആരാധകർ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തു. അനുമോളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇവറ്റകൾ അവിടെ ഇത്രയും നാൾ നിന്നുപോയത്. പക്ഷെ ഇനി അങ്ങോട്ട് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അവിടെ കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിലായി പറഞ്ഞു ഇനിയിപ്പം ഞാൻ പോയാലും കുഴപ്പമില്ല, നമുക്ക് നാളെ 12:15 നമുക്ക് അനുമോളുമായിട്ട് തെറ്റാം. അതുപോലെ തന്നെ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയറിൻ്റെ ഇഷ്യൂ, അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണോ നിങ്ങളൊന്ന് പറ. ആ ഒരു ഇഷ്യൂവിൽ ആദില നൂറമാർ തെറ്റണമെങ്കിൽ അവർക്ക് കൺഫെഷൻ റൂമിൽ 45 മിനിറ്റ് അവർക്ക് കോച്ചിങ് കൊടുത്ത ആരാണെന്ന് വെളിപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്ന് ഏഷ്യാനെറ്റ്, എൻ്റെ മോൾ ഷൈനെ, നിങ്ങൾ ഭയങ്കരം പരാജയമാണല്ലോടെ. ലാലേട്ട, അത് പിന്നെ എനിക്ക് ദേഷ്യമൊക്കെ വരും ലാലേട്ട. ദേഷ്യം വരും, ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരും ലാലേട്ട. അല്ല, എനിക്ക് ഒരു ഭയം എന്താണെന്ന്, ഞാൻ ഇവിടുന്ന് നെഗറ്റീവായി പോവെന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ലാലേട്ട. അതാണ് അത് ഇല്ല ലാലേട്ട, അത് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ പുറത്ത് പോകണമെന്ന് ആലോചിക്കുകയാണ് ലാലേട്ട. വേണ്ട ലാലേട്ട, എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ ആലോചിക്കട്ടെ ഒന്ന്. അവർ അനീഷ് ചേട്ടൻ ഭയങ്കര ഡ്രാമ കേട്ടോ. ഞാൻ വിചാരിച്ച നല്ല മനുഷ്യനാണെന്ന്, പക്ഷെ ആള് ഡ്രാമ കേട്ടാ. ഇവിടെ ഇപ്പോഴും ലാലേട്ട ഇപ്പൊ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്നെ പല ആൾക്കാർക്കും കണ്ടൂടെ ലാലേട്ട. എന്താ എന്നെ ഒരു എന്തോ ഞാൻ ചിരിക്കുന്നത് കണ്ടുകൂടാതെ ചില ആൾക്കാരുണ്ട് ലാലേട്ട. അപ്പൊ ഇതാണ് അവിടുത്തെ ഇപ്പോഴും പൊതുവെയുള്ള ഒരു സംഭവം. കാരണം സാബുമേൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്, അയാൾ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഷാനവാസിൻ്റെ ആയാലും മറ്റേവരതായാലും ഞാൻ പറയുന്നത്, ഷാനവാസും അനീഷും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വളരെയധികം രസത്തോടു കൂടിയാണ് ഇന്ന് എല്ലാവരും കേട്ടിരുന്നത്. ഒരുപാട് കോമഡികൾ പറഞ്ഞ് ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച് ഇതേ അവസ്ഥയിലാണ് ഷാനവാസ് നിന്നതെങ്കിൽ ഇയാൾ ഇവിടെ എത്തേണ്ടിയായിരുന്നോ? ഇയാൾ എന്തിനാ പെങ്ങന്മാരുടെ കൂടെ പോയി? അതുപോലെ അനുമോളിന് എതിരാളി ഇല്ലാത്ത ഒരാളാകേണ്ടിയായിരുന്നു. ആ എതിരാളി ഇല്ലാത്ത ഒരാളാകണമെങ്കിൽ അനുമോൾ ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു. അനുമോൾ ഒറ്റയ്ക്ക് നിന്നില്ല. ഇനി എന്തിനാ അനുമോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അനുമോൾ അന്ന് ആ ലാലേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനുമോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, പറയാനുള്ളത് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുമോള് പിന്നീടെന്ന് പറഞ്ഞാൽ ആദില നൂറമാരുടെ ഒരു എന്താ പറയണ്ടത് ഒരു ഭാഗമായി മാറുകയാണ്. അതായത് ചീപ്പ് ഷോക്ക് കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 3 പേര് ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് കയറുക, അതുപോലെ 3 പേര് ഒരുമിച്ച് കിടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ചീപ്പ് ഷോയൊക്കെ കാണിച്ചു അനുമോള് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പടിക്കാൻ അനുമോൾക്ക് യോഗ്യത ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് യോഗ്യതയൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളോ അനീഷോ കപ്പടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിൽ കൂടുതൽ ഞാൻ പ്രയോറിറ്റി നൽകുന്ന അനീഷിന് തന്നെയാണ്. കാരണം അനീഷിന് നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അയാൾ ആരെയും ഭാരവക്കാറില്ല, അയാൾക്ക് പൈസയോട് അത്യാർത്ഥിയില്ല, അയാൾക്ക് വേറെയൊന്നും വേണ്ട. ഇവിടെയുള്ള എല്ലാവന്മാരും വന്നിരിക്കുന്നത് പൈസക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അത്ര വലിയ അത്യാർത്ഥിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അനീഷ് ഇതിൻ്റെ അകത്ത് നല്ല ഒരു മനുഷ്യനായിട്ടുള്ളത് കൊണ്ട് അനീഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അയാൾ കപ്പടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ആദില നൂറമാർ ഒരു കാരണവശാലും അടിച്ചുവിടാം. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആദില നൂറമാർക്ക് ഈ പൈസയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോഴേ കപ്പ് നമ്മളെ ഇവന് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് ആർക്ക്, നമ്മുടെ അക്ബറിന് കൊടുക്കേണ്ട പ്ലാനാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവന്മാർ മനുഷ്യന്മാരെ തിരിപ്പിക്കലായി ഇപ്പോൾ. അതായത് ഇന്ന് വന്നിട്ട് പറയും അനുമോള് കണ്ടന്റ് ഒന്നും ഇപ്പം കൊടുത്തിട്ടില്ല കേട്ടാ, അനുമോൾ ഈ ആഴ്ച പുറത്ത് പോവും, അവൾ പുറത്ത് പോകണം, ഈ ആഴ്ച കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാൽ നല്ലോണം സ്റ്റോക്ക് തീർന്നാൽ അറിയില്ല, ഓളെ കണ്ടന്റിൻ്റെ സ്റ്റോക്ക് തീർന്നില്ലെങ്കിൽ ആ ബാഗിലിട്ട് വെച്ച് ആ പൂട്ടിയിട്ട് ചാവിയാരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നൂറ പറയുന്നത്. അതായത് അനുമോൾ ഇപ്പോഴേ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല, അനുമോളെ പുറത്താക്കണം. അതായത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ പുറത്താക്കുമോ? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അതാണ് ഇവരോടല്ലേ എനിക്കുള്ള വൈരാഗ്യം. അതായത് ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. ഒരുപാട് അൺഫെയറാണ് നടക്കുന്നത്. എന്തിനിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആദ്യം തന്നെ എന്ന് പറഞ്ഞ് ഈ 2 പേരെ കൊണ്ടുവന്നതേ അബദ്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ നിർത്തിച്ചതേ അബദ്ധമാണ്. അതായത് ഇവർ 2 പേരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ ഇതിനുള്ളത്? അതാണ് 2 പേരും തമ്മിൽ തന്നെ 2 പേരും ഒന്നാക്കിയാൽ പോരെ, അതാക്കിയിട്ടുമില്ല.
അപ്പോൾ ആദില നൂറമാർക്ക് വേണ്ടിയിട്ടില്ല, അതുപോലെ അക്ബറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഷോ ആണ് ഇപ്പം നടന്നു പോകുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു 10-15 ലക്ഷം ഉറുപ്പ്യ വരെ ഈ ടാസ്കിന് ചിലവാക്കും. അത് മുഴുവൻ പോകുന്നത് ആദില നൂറമാരുടെ അക്കൗണ്ടിലേക്കായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് പിന്നെ അവിടുന്ന് പൈസ വാരി കൊണ്ടുവന്നത് അനുമോളാണ്. അനുമോളല്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവർ 10ന്റെ പൈസ ഇവർ കൊടുക്കത്തില്ലായിരുന്നു. അതായത് അനുമോൾ ആയതുകൊണ്ട് മാത്രമേ ഷെയർ ചെയ്യാൻ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇവമാർന്നും പൈസ കൊടുക്കത്തില്ല. കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും കൊടുക്കത്തില്ല ഇവന്മാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇവറ്റകളിൽ അങ്ങനെയാണ് കളിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഇവർ ഭയങ്കര സ്നേഹമാണ്, അയ്യോ അനുമോൾക്ക് അതൊന്നുമല്ല. ഈ അതിലെ അക്ബറിന്റെ കുറ്റബുദ്ധിയ. അക്ബറിനെ കിട്ടിയിട്ട് അക്ബറെ പോയിട്ട് പണീൻ്റെ നോക്കെന്ന് പറയും. അതുപോലെ തന്നെ ആദിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് പണീൻ്റെ നോക്കും അറിയും. ഇതാ പാവത്തിന് കിട്ടിയോണ്ട് ആ പാവം ഒന്നും മിണ്ടിയിട്ടില്ല, അതുകൊണ്ട് അത് കൊടുക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് അയ്യോ അനുമോളെ തകർക്കാൻ പൈസ കൊടുത്തേ എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തത്തിൽ ഇതാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് മനസ്സിലാകുന്ന അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആരാണ് മനുഷ്യൻ? അതായത് അനീഷ് വോട്ട് കൊടുക്കേ. അനീഷ് നല്ലൊരു മനുഷ്യനല്ലേ, നല്ലൊരു മനുഷ്യ സ്നേഹിയല്ലേ. അയാൾ ഏതായാലും ബിഗ് ബോസിൽ കപ്പ് ഉയർത്താൻ യോഗ്യം തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാം, പിന്നെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂട്ടുവാന്നിപ്പോൾ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് ചേച്ചി കൊടുക്കണ്ട. നിങ്ങൾ അനീഷിനും പിന്നെ നിങ്ങൾ മറ്റേ എന്താ പറയുക അനുമോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർ അനുമോൾക്കും കൊടുത്തു, അത്ര തന്നെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇരുന്ന് എന്ത് യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല. അവിടെ ഇപ്പോൾ അവർ കപ്പ ആയിരിക്കാം കൊടുക്കണ്ടേ അല്ലെങ്കിൽ മഗ്ഗ ആയിരിക്കാം കൊടുക്കണ്ടെന്നൊക്കെ അവർ ഡിസൈഡ് വെച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമുക്കറിയാലോ ഒരു അത്രയും ആൾക്കാർ പോയായിരുന്നു. ഈ അക്ബറിനെ ബലിയാനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ തിരിച്ചും പറഞ്ഞു വിട്ടത്. അതായത് അക്ബറിന്റെ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അക്ബറിന്റെ കൂടെയുള്ളവർ ഒരു പക്ഷേ ഷാനവാസ് അക്ബറിന്റെ കൂടെയാണെങ്കിൽ ഷാനവാസ് ഇതിനു മുമ്പേ പോകേണ്ടിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ബലൂൺ പൊട്ടിക്കലും പിന്നെ നാളത്തെ മത്സരം എന്താണെന്ന് അറിയില്ല. ഇനി ഏതായാലും ഈ ആഴ്ച മുഴുവൻ ശോകം തന്നെയാണ്. ഇനി അങ്ങോട്ട് ശോകം തന്നെ ആകാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇവരുടെയൊക്കെ ഡബിൾ ത്രിബിൾ സ്റ്റാൻഡുകളാണ്. ഒരു സ്റ്റാൻഡുമില്ലാത്ത മനുഷ്യന്മാരാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ആഴ്ച ലക്ഷറി ബഡ്ജറ്റ് തീർത്തു എന്ന് പറഞ്ഞിട്ടൊരു സമരം നടത്തിയിരുന്നു. അതുപോലെ നെവിൻ ഒന്നും വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോഴേ നെവിനാണ് ആ കിച്ചണിലുള്ളത്. ഉറക്കം വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയായിട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അതല്ല, നെവിൻ മാത്രമാണ് ഇപ്പോൾ കിച്ചണിലുള്ളത്. നെവിനും അതുപോലെ ആദിലിൽ നിന്ന് കെട്ടുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഇവന്മാർക്ക് ഇത് തന്നെയാണ് പരിപാടിയാടുന്നത്. എന്നിട്ട് ഇവന്മാർ എന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ഒരു ഡ്രാമ കളിച്ച് നെവിനോട് ശിക്ഷ കൊടുക്കുന്നത്? എന്താ ആവശ്യത്തിനാ? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പോകുമ്പോഴെന്നൊക്കെ എഴുതി കൊടുക്കാനാണോ അതും അറിയില്ലായിരുന്നേ. ഇതൊക്കെ ഡ്രാമയാണെന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കരമായിട്ടുള്ള അൺഫെയർ തന്നെയാണ്. ഒരു തരത്തിലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.